നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ED ഉപയോഗിച്ച് വേട്ടയാടുന്ന BJPയുടെ തരംതാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. തങ്ങളുടെ പാളയത്തിലേക്ക് വരുന്നില്ല എന്നും തങ്ങൾക്കെതിരെ ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നുവെന്നും മനസ്സിലാക്കിയാൽ ഉടനെ ED റെയ്ഡിന് വിടുന്ന BJPയുടെ കുതന്ത്രം രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. പല ഭാഗങ്ങളിലും EDയും BJPയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ കഥകൾ പലരും ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനൊരു അടിസ്ഥാന തെളിവ് ചൂണ്ടിക്കാണിക്കാൻ ഇന്നുവരെ പറ്റിയിരുന്നില്ല. എന്തൊക്കെ സംശയങ്ങൾ ഉന്നയിച്ചാലും തെളിവുകൾ ഉണ്ടെങ്കിലല്ലേ അതിനെ സാധൂകരിക്കാൻ പറ്റൂ. എന്നാൽ ഇപ്പോൾ ഇതാ ഉയർന്നു വരുന്ന ഊഹാപോഹങ്ങളും വിമർശനങ്ങളും ഒക്കെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം, മദ്യനയ അഴിമതി കേസിൽ EDയെ ഉപയോഗിച്ച് BJP കളിച്ച നെറികെട്ട രാഷ്ട്രീയമൊക്കെയും വെറും മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ പ്രേരിതം മാത്രമായിരുന്നു അറസ്റ്റിന് പിന്നിലെ ലക്ഷ്യം. EDയെ വെച്ചുള്ള വെറും പൊറാട്ട് നാടകം മാത്രമായിരുന്നു അത് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മദ്യനയ അഴിമതി കേസിൽ EDക്കായി ഹാജരായ അഭിഭാഷകരുടെ കൂട്ടത്തിൽ ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളുമായ ബാൻസുരി സ്വരാജിന്റെ പേരും ഉണ്ട് എന്നാണ് ആ വാർത്ത. BJPയും EDയും ഒന്നാണെന്ന തങ്ങളുടെ നിലപാടിന് തെളിവായി ആം ആദ്മി പാർട്ടി ഇക്കാര്യം ഉയർത്തിക്കാട്ടിയതോടെ BJP ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച സഞ്ജയ് സിംഗിന്റെ ജാമ്യ ഉത്തരവിൽ ED അഭിഭാഷകയായി ബാൻസുരി ഇടം പിടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഡൽഹി മന്ത്രിയും ആപ് നേതാവുമായ സൗരഭ് ഭരദ്വാജ് സുപ്രീം കോടതി ഉത്തരവിലെ ബാൻസുരിയുടെ പേരിലുള്ള ഭാഗം എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിഷയം വിവാദമായതോടെ EDക്കായി ഹാജരായ അഭിഭാഷകരുടെ കൂട്ടത്തിൽ നിന്ന് ബാൻസുരിയുടെ പേര് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ED അഭിഭാഷകൻ സൊഹേബ് ഹുസൈൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ബാൻസുരിയുടെ പേര് യാന്ത്രികമായി ഉൾപ്പെടുത്തിയതാണെന്നായിരുന്നു വാദം. സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിയ ബെഞ്ചിന്റെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മുമ്പാകെ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ ആവശ്യമായത് ചെയ്യാമെന്നാണ് അദ്ദേഹം ഉറപ്പു നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്നത് BJPയും EDയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം തന്നെയാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് BJP സർക്കാർ രാജ്യത്ത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വിഷയം എന്നതിൽ ഒരു സംശയം വേണ്ട.